കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട 20 മഖാമുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ 10 മഖാമുകളെക്കുറിച്ചുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. 11 മുതൽ 20 വരെയുള്ള മഖാമുകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. 20-ാമത്തേത് മാമ്പ മക്കാം. ചക്കരക്കൽ ടൗണിനടുത്ത് മുയപ്പാലയിലാണ് മാമ്പ മക്കാം സ്ഥിതി ചെയ്യുന്നത്. 19-ാമത്തേത് സിറ്റി മുഹമ്മദ് മൗല മക്കാം. കണ്ണൂർ സിറ്റിയിലാണ് സിറ്റി സയ്യിദ് മുഹമ്മദ് മൗല ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാം സ്ഥിതി ചെയ്യുന്നത്. 18-ാമത്തേത് കടയക്കര മക്കാം. മാതമംഗലം ടൗണിൽ നിന്നും 4 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് ഇവിടുത്തെ ഉറൂസ് നടക്കാറ്. 17-ാമത്തേത് ആയാർ മുനമ്പ് മന്ന മക്കാം. മയ്യിൽ ടൗണിനടുത്ത് മുല്ലക്കൊടിയിലാണ് ആയാർ മുനമ്പ് മന്ന മക്കാം സ്ഥിതി ചെയ്യുന്നത്. മയ്യിൽ ടൗണിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. 16-ാമത്തേത് മക്കാനി മക്കാം. കണ്ണൂർ തെക്കി ബസാറിലാണ് മക്കാനി മക്കാം സ്ഥിതി ചെയ്യുന്നത്. 15-ാമത്തേത് കക്കുളങ്ങരപ്പള്ളി മക്കാം. കണ്ണൂർ വളവട്ടണത്താണ് കക്കുളങ്ങരപ്പള്ളിയും മക്കാമും സ്ഥിതി ചെയ്യുന്നത്. സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയാണ് ഇവിടെ ഉള്ളത്. കണ്ണൂരിൽ നിന്നും 8 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്.
14-ാമത്തേത് തളിപ്പറമ്പ് മന്ന മക്കാം. തളിപ്പറമ്പിൽ ഇരിട്ടി റൂട്ടിൽ മന്നയിലാണ് മന്ന മക്കാം സ്ഥിതി ചെയ്യുന്നത്. മൂസാ നബിയുടെ കാലത്ത് ജീവിച്ച പണ്ഡിതന്റെ മക്ബറയാണ് ഇവിടെയുള്ളതെന്ന് അറിയപ്പെടുന്നു. പതിമൂന്നാമത്തേത് ഒളിയങ്കര മക്കാം. ചെറുകുന്നുതറ ടൗണിനടുത്താണ് ഒളിയങ്കര മക്കാം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും 18 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. പന്ത്രണ്ടാമത്തേത് പെരിങ്ങത്തൂർ മക്കാം. പെരിങ്ങത്തൂർ ടൗണിലാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത്. അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയാണ് ഇവിടെയുള്ളത്. ഇറാഖിൽ നിന്നും ദീനീ പ്രബോധനത്തിന് കേരളത്തിലേക്ക് വന്ന പണ്ഡിതനാണ് ഇദ്ദേഹം. പതിനൊന്നാമത്തേത് പുളിങ്ങോം മക്കാം. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലാണ് പുളിങ്ങോം മക്കാം സ്ഥിതി ചെയ്യുന്നത്. പയ്യന്നൂരിൽ നിന്നും 38 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.